ഹായ്, കെ ബി സ്വാസ്ഥ്യത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ പ്രസാദ്. നമ്മൾ പലപ്പോഴും പ്രൊഫഷണൽ മേഖലയിൽ പറയാറുള്ള ഒരു കാര്യമാണ്, ഒരു കമ്പനിക്ക് നിങ്ങൾ മോസ്റ്റ് വാണ്ടഡ് ആണെങ്കിൽ സ്വാഭാവികമായും അവരുടെ കോമ്പറ്റീറ്റർ കമ്പനിക്കും നിങ്ങൾ മോസ്റ്റ് വാണ്ടഡ് ആയിരിക്കും എന്ന്. അതായത് നിങ്ങൾ ഇപ്പോൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് നിങ്ങൾ ഒരു ഡിമാൻഡഡ് ആയിട്ടുള്ള വ്യക്തിയാണെന്നുണ്ടെങ്കിൽ മറ്റൊരു സ്ഥാപനത്തിലേക്ക് അല്ലെങ്കിൽ മറ്റൊരു ക്ലയൻറ്റിൻ്റെ അടുത്തേക്ക് നിങ്ങൾ പോയാലും അവിടെ നിങ്ങൾ ഡിമാൻഡഡ് ആയൊരു വ്യക്തിയായിരിക്കും. കാരണം നിങ്ങളുടെ ഡിമാൻഡ് വർദ്ധിപ്പിക്കുന്ന ചില ക്വാളിറ്റീസ് അഥവാ ആ ഇൻഡസ്ട്രിക്ക് ആവശ്യമുള്ള ചില ക്വാളിറ്റീസ് നിങ്ങളിലുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ എപ്പോഴും മോസ്റ്റ് വാണ്ടഡ് ആയി അഥവാ ഡിമാൻഡഡ് ആയിട്ട് നിൽക്കുന്നത് എന്ന്. ഇത്തരം ഡിമാൻഡ് ഉണ്ടാക്കുന്ന നമ്മളുടെ ചില ക്വാളിറ്റീസ് ഉണ്ടല്ലോ, അതെല്ലാം സോഫ്റ്റ് സ്കിൽസ് എന്നാണ് അറിയപ്പെടുക. സോഫ്റ്റ് സ്കിൽസിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, അത് നമുക്ക് മെഷർ ചെയ്യാൻ എളുപ്പമല്ല, മാഗ്നിറ്റ്യൂഡ് കണ്ടെത്തുക എന്നത് എളുപ്പമല്ല. ഉദാഹരണം, നമ്മൾ പറയുകയാണ് ഒരാൾക്ക് വേഗത്തിൽ ഓടാൻ സാധിക്കും എന്ന് പറയുമ്പോൾ ഇത്ര കിലോമീറ്റർ വരെ വേഗത്തിൽ അയാൾക്ക് ഓടാൻ സാധിക്കുമെന്ന് പറയാൻ പറ്റും, അല്ലെങ്കിൽ ഇത്ര ദൂരം അയാൾക്ക് കവർ ചെയ്യാൻ സാധിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റും. അത് അളക്കാൻ സാധിക്കും. പക്ഷേ നമ്മൾ ഒരാളുടെ സ്കില്ല് പറയുകയാണ്, അയാൾ നന്നായിട്ട് പെരുമാറും, മറ്റുള്ളവരെ നന്നായി സംസാരിച്ച് കയ്യിലെടുക്കാൻ സാധിക്കും, അഥവാ നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കും, തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കും. ഇങ്ങനെയുള്ള ക്വാളിറ്റീസ് നമ്മൾ പറയുമ്പോൾ ഇത് നമുക്ക് അളക്കാൻ പറ്റില്ല. നന്നായിട്ട് തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കും, പ്രതിസന്ധി ഘട്ടം വരുമ്പോൾ പെട്ടെന്ന് ഡിസിഷൻസ് എടുക്കാൻ പറ്റും, കറക്റ്റായ ഡിസിഷൻസ് എടുക്കാൻ പറ്റും. എത്രത്തോളം കറക്റ്റായ ഡിസിഷൻ അത് നമുക്ക് കൃത്യമായിട്ട് അളന്ന് പറയാൻ സാധിക്കില്ല, ശരിയോ തെറ്റോ എന്നേ പറയാൻ സാധിക്കുള്ളൂ. അതുപോലെ തന്നെ നന്നായിട്ട് പെരുമാറും, നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും എന്നൊക്കെ പറയുമ്പോൾ എത്ര ഡിഗ്രി നന്നായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, എന്തെങ്കിലും ഒരു സ്കോർ അവിടെ വെക്കാൻ സാധിക്കുമോ? അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എളുപ്പമല്ല. വെക്കാൻ സാധിക്കും, പക്ഷേ സാഹചര്യം മാറുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു സന്ദർഭം മാറുമ്പോൾ ഈ സ്കോറിലും വ്യത്യാസം വരും, അഥവാ അത് അളക്കുന്ന രീതിക്കും വ്യത്യാസം വരും എന്നതാണ്. അപ്പോൾ അത്തരം ചില സോഫ്റ്റ് സ്കില്ലുകൾ അത് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. ഈ സോഫ്റ്റ് സ്കില്ലുകളുടെ പ്രത്യേകത എന്ന് പറയുന്നത്, ഇത് നിങ്ങൾക്കുണ്ടെങ്കിലും നിങ്ങൾ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ ഉണ്ട് എന്ന് മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് അത് നിങ്ങളുടെ അഡ്വാൻറ്റേജിന് വേണ്ടി ഉപയോഗിക്കാൻ സാധിക്കും. ഒന്നാമത്തേത് മൾട്ടിപ്പിൾ മാനേജ്മെൻറ്റ് എന്നതാണ്. ശ്രദ്ധിക്കുക, അത് മൾട്ടിപ്പിൾ മാനേജ്മെൻറ്റ് എന്നാണ് ഞാൻ പറയുന്നത്, മൾട്ടി ടാസ്കിങ് എന്നല്ല. മൾട്ടി ടാസ്കിങ് എന്ന് പറയുന്നത് ഒരേ സമയം ഒരുപാട് കാര്യങ്ങൾ ചെയ്യുക എന്ന കഴിവാണ്. നേരെ മറിച്ച് മൾട്ടിപ്പിൾ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് വ്യത്യസ്തമായ കാര്യങ്ങളെ കൈകാര്യം ചെയ്യാനുള്ള കഴിവാണ്. ഉദാഹരണം, നിങ്ങളെ ഇന്ന് പിടിച്ച് ഓപ്പറേഷൻസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഇരുത്തി, അഥവാ അപ്പോൾ നിങ്ങൾ ആ സ്ഥാപനത്തിൻ്റെ ഓപ്പറേഷൻസ് ആണ് കൈകാര്യം ചെയ്യുന്നത്. നേരെ മറിച്ച് തൊട്ടടുത്ത ആഴ്ച ഒരു 8 ദിവസം കഴിഞ്ഞ് നിങ്ങളെ പിടിച്ച് മാർക്കറ്റിങ്ങിലേക്ക് ഇരുത്തി, നിങ്ങൾ പെട്ടെന്ന് തന്നെ മാർക്കറ്റിങ്ങിൻ്റെ കാര്യങ്ങൾ പഠിച്ചിട്ട് അവിടുത്തെ വർക്കുകൾ ചെയ്യാൻ തുടങ്ങി. അതുപോലെ തന്നെ നിങ്ങളെ പിടിച്ച് വേറൊരു ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഇരുത്തി അവിടുത്തെ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വ്യത്യസ്തമായ സീറ്റുകളിലേക്ക് നിങ്ങളെ ഇരുത്തിയപ്പോൾ നിങ്ങൾ എളുപ്പത്തിൽ കാര്യങ്ങൾ, അവിടെ നടക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കിയത് ചെയ്യാൻ തുടങ്ങി, അവിടുത്തെ കാര്യങ്ങളെ മാനേജ് ചെയ്യാൻ തുടങ്ങി. അത് സത്യം പറഞ്ഞാൽ നിങ്ങളുടെ എഫിഷ്യൻസിയുടെ ഒരു അളവാണെന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ കാര്യക്ഷമത അത്രയും ഉണ്ടെന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അങ്ങനെ ആകുമ്പോൾ വ്യത്യസ്ത കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്ന ഓൾറൗണ്ടേഴ്സായ ആളുകൾക്ക് എവിടെയും ഡിമാൻഡുണ്ട്. കാരണം അങ്ങനെ ഉള്ളവരെ വെച്ചിട്ടാണ് സ്ഥാപനങ്ങളുടെ ബേസ് വർക്കിംഗ് അവർ നടത്തുന്നത്. അപ്പോൾ അത്തരം ആളുകൾ എപ്പോഴും ഡിമാൻഡഡ് ആയിരിക്കുന്നതാണ്. രണ്ടാമത്തെ സ്കില്ല് എന്ന് പറയുന്നത് ലേണിംഗ് സ്കില്ലാണ്. പെട്ടെന്ന് കാര്യങ്ങൾ പഠിച്ചെടുക്കാൻ കഴിയും. ഇനിയുള്ള കാലത്ത് സത്യം പറഞ്ഞാൽ മനുഷ്യൻ നേരിടേണ്ടത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനോടാണ്, അതായത് യന്ത്രങ്ങളോടാണ് മനുഷ്യൻ ഇനി മത്സരിക്കേണ്ടത്. അപ്പോൾ അങ്ങനെ ഒരു കാലഘട്ടം, അങ്ങനെ ഒരു സാഹചര്യം നമ്മുടെ മുന്നിൽ വരുന്ന സമയത്ത് നമുക്ക് കാര്യങ്ങളെ പെട്ടെന്ന് പഠിച്ചെടുക്കാനും ആ കാര്യങ്ങളെ പ്രായോഗികമായിട്ട് അപ്ലൈ ചെയ്യാനും പഠിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങളുടെ വലിയൊരു അഡ്വാൻറ്റേജ് ആയിരിക്കും. കാരണം യന്ത്രങ്ങളുടെ ഇതുവരെയുള്ള പരിമിതി എന്ന് പറയുന്നത് അവർക്ക് കാര്യങ്ങളെ പഠിക്കാനും പ്രവർത്തിക്കാനും പറ്റും, പക്ഷേ സ്വയം തീരുമാനമെടുക്കാനും ക്രിയേറ്റീവായിട്ട് ചിന്തിക്കാനും സാധിക്കില്ല എന്നുള്ളതാണ്. പക്ഷേ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കണ്ടുപിടിക്കപ്പെട്ടതോടുകൂടി, അഥവാ അത് ഡെവലപ്പ് ചെയ്തതോടുകൂടി ആ ഒരു പോസിബിലിറ്റി മനുഷ്യൻ മനസ്സിലാക്കിയിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ അതിനേക്കാൾ മികച്ചൊരു ലേണർ ആണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും മെഷീനേക്കാൾ നല്ലത് മനുഷ്യനാണ് എന്ന ഒരു കാഴ്ചപ്പാട് എല്ലാവർക്കും ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ലേണിംഗ് സ്കിൽ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട, വളരെ മനോഹരമായ ഒരു സ്കില്ലാണ് എന്നതാണ്. അടുത്തത് ഡിസൈനിങ് ഐഡിയാസ്. ഒരു കാര്യം മികച്ചതായാൽ പോരാ, അതിനെ മികച്ച രീതിയിൽ മറ്റുള്ളവർക്ക് മുന്നിൽ അവതരിപ്പിക്കാൻ സാധിക്കണം എന്ന് പറയാറുണ്ട്. നമ്മളൊരു കാര്യത്തെ വെറൈറ്റി ആയിട്ട് മറ്റുള്ളവർക്ക് മുന്നിൽ അവതരിപ്പിക്കുമ്പോൾ സ്വാഭാവികമായും ആളുകളെ ശ്രദ്ധ ആകർഷിക്കാൻ സഹായിക്കും എന്നുള്ളതാണ്. നമ്മൾ പലപ്പോഴും കാണാറുണ്ട് ഒരേ പ്രോഡക്റ്റുകളായിരിക്കും ഉണ്ടാക്കുന്നത്,
പക്ഷേ വ്യത്യസ്തമായ രീതിയിലാണ് പലരും ബ്രാൻഡ് ചെയ്യുക. പലരും അത് ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുക. ജനങ്ങൾക്ക് മുന്നിൽ എങ്ങനെയാണോ അവതരിപ്പിക്കുന്നത് അതിനനുസരിച്ച് ആ സാധനം വിറ്റുപോവുകയും അതിനനുസരിച്ച് ലാഭമുണ്ടാവുകയും ചെയ്യും. അപ്പോൾ അത് കമ്പനികൾ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ്. അതുപോലെ തന്നെ നിങ്ങൾ കണ്ടുപിടിച്ച സാധാരണ ഒരു കാര്യത്തെ അസാധാരണമായ രീതിയിൽ അഥവാ നൂതനമായ ഒരു രീതിയിൽ, നൂതനമായ ഒരു സങ്കേതമായിട്ട് തന്നെ മറ്റുള്ളവർക്ക് മുന്നിൽ അവതരിപ്പിക്കാൻ സാധിച്ചാൽ നിങ്ങൾക്കത് ജനശ്രദ്ധ നേടിയെടുക്കുകയും പെട്ടെന്ന് അത് നിങ്ങൾക്ക് മാർക്കറ്റ് ചെയ്യാൻ സാധിക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് എവറിത്തിങ് ഈസ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഇനി നാലാമത്തെ സ്കിൽ എന്ന് പറയുന്നത് ഹൈപ്പ് ക്രിയേറ്റ് ചെയ്യാനുള്ള കഴിവാണ്. എന്താണ് ഹൈപ്പ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഒരു കാര്യത്തെ വലിയതായിട്ട് ചെയ്യുന്നതും ചെറിയതായിട്ട് ചെയ്യുന്നതും വ്യത്യാസമുണ്ട്. ഉദാഹരണം, നിങ്ങൾ ഒരു പേന വിൽക്കുന്നതും 50 പേന വിൽക്കുന്നതും തമ്മിൽ എന്താണ് വ്യത്യാസം? ഒരു പേന വിൽക്കുമ്പോൾ നിങ്ങൾക്ക് 1 രൂപയാണ് ലാഭം കിട്ടുന്നത് വിചാരിക്കാം. ഒരു ദിവസം നിങ്ങൾ ഒരു പേനയെ വിൽക്കുന്നുള്ളൂ, അതിനുള്ള സൗകര്യമേ നിങ്ങളുടെ കയ്യിലുള്ളൂ എങ്കിൽ 1 രൂപയെ ഒരു ദിവസത്തെ ലാഭമുള്ളൂ. നേരെ മറിച്ച് നിങ്ങളിതിനെ സ്കെയിൽ വലുതാക്കുകയാണ്. അങ്ങനെ ഹൈപ്പ് കൊടുക്കുമ്പോൾ സത്യം പറഞ്ഞാൽ സ്കെയിൽ വലുതാവുകയാണ് ചെയ്യുക. സ്കെയിൽ വലുതാകുമ്പോൾ നിങ്ങൾക്ക് ഒരു ദിവസം 50 പേന വിൽക്കാൻ സാധിച്ചു. അപ്പോൾ നിങ്ങൾക്ക് ഒരു ദിവസം 50 രൂപയുടെ ലാഭം, 50 ഇരട്ടിയായി നിങ്ങളുടെ ലാഭം. അതുപോലെ തന്നെ ഇത് ലാഭത്തിൻ്റെ കാര്യമാണ്, പ്രോഫിറ്റിൻ്റെ കാര്യമാണ്. നേരെ വെച്ച് പ്രോസസ്സ് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. പ്രോസസ്സ് ചെയ്യുമ്പോൾ ഒരേ സമയം ഒരു കാര്യം ചെയ്യുന്നു, അതിന് പകരം അതിൻ്റെ സ്കെയിൽ കൂട്ടി ഒരുപാട് കാര്യങ്ങൾ അറ്റ് എ ടൈം ചെയ്യുന്നത് പോലെ മാർക്കറ്റിങ്ങിൽ ഒരു കാര്യം ഒരാളോട് അറ്റ് എ ടൈം പറയുന്നതിന് വരെ ഒരുപാട് ആളുകളിലേക്ക് ചുരുങ്ങിയ സമയം കൊണ്ട് ഇഫക്റ്റീവായിട്ട് എത്തിക്കാൻ സാധിക്കുക എന്നാണ് ഹൈപ്പ് ഉണ്ടാക്കുന്നതിലെ പ്രത്യേകത. നമ്മൾ പലപ്പോഴും പടങ്ങൾക്ക് പ്രൊമോഷൻ കൊടുക്കുന്നതും അതുപോലെ തന്നെ പരിപാടികൾ അവതരിപ്പിക്കുന്നതും PR ഇവൻറ്റുകൾ അവതരിപ്പിക്കുന്നതും ഒക്കെ ഹൈപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ പെട്ടെന്ന് ആളുകളിലേക്ക് ഇഫക്റ്റീവായ രീതിയിലേക്ക് കാര്യങ്ങളെ ക്രിസ്പായി ഷാർപ്പായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഹൈപ്പ് ക്രിയേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഹൈപ്പ് ക്രിയേറ്റ് ചെയ്യാൻ അടുത്ത സ്കിൽ വളരെ അത്യാവശ്യമാണ്. സ്ട്രീറ്റ് പൾസ് തിരിച്ചറിയാനുള്ള കഴിവെന്ന് നമ്മൾ പറയും. അതായത് ജനമനസ്സ് മനസ്സിലാക്കുക. ജനങ്ങൾ എന്താണ് ചിന്തിക്കുക, സാധാരണ ആളെന്താണ് ചിന്തിക്കുക, നിങ്ങളുടെ പ്രോഡക്റ്റിൻ്റെ അഥവാ നിങ്ങളുടെ സർവീസിൻ്റെ നിങ്ങളുടെ ടാർഗറ്റ് ഗ്രൂപ്പ് എങ്ങനെയായിരിക്കും ചിന്തിക്കുക. കൃത്യമായ ടാർഗറ്റ് ഗ്രൂപ്പ് അവരെങ്ങനെ ചിന്തിക്കും, അവർക്ക് എന്താണ് ആവശ്യം, അവരുടെ ഡിമാൻഡുകൾ എന്തൊക്കെയാണെന്ന് തിരിച്ചറിഞ്ഞ് ആ പൾസ് മനസ്സിലാക്കി അവരിലേക്ക് എത്തിക്കാൻ സാധിക്കുക. അതുകൊണ്ടാണ് റിച്ചായ ആൾക്കാരുടെ അടുത്ത് ബെൻസിന് കാറുകൾ വിൽക്കാൻ സാധിക്കുന്നതും മാരുതി സുസുക്കിക്ക് സാധാരണക്കാരുടെ അടുത്ത് കാറുകൾ വിൽക്കാൻ സാധിക്കുന്നതും. അവർക്ക് രണ്ടുപേർക്കും അവരുടെ ടാർഗറ്റ് ഗ്രൂപ്പിൻ്റെ കൃത്യമായ പൾസ് മനസ്സിലാകുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ മുന്നിലിരിക്കുന്ന ആളുകളുടെ അല്ലെങ്കിൽ നിങ്ങളുടെ ടാർഗറ്റ് ഗ്രൂപ്പിൻ്റെ നിങ്ങളുടെ ഗ്രൂപ്പിലുള്ള ആൾക്കാരുടെയൊക്കെ ആ ഒരു പൾസ് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് സാധിച്ചാൽ എളുപ്പത്തിൽ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. അവരുമായി കമ്മ്യൂണിക്കേഷനും അവരുമായിട്ടുള്ള പ്രോസസ്സിങ്ങും അവരുമായിട്ടുള്ള വർക്കിങ്ങും ഒക്കെ കൂടുതൽ എളുപ്പത്തിൽ നടക്കും. അതുകൊണ്ടുകൂടിയാണ് സ്ട്രീറ്റ് പൾസ് തിരിച്ചറിയാനുള്ള കഴിവ് മികച്ചൊരു സോഫ്റ്റ് സ്കില്ലായിട്ട് കൗണ്ട് ചെയ്യപ്പെടുന്നത്. പ്രിയപ്പെട്ട ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ദയവായി മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.